തദ്ദേശകം. നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരുടെ പരിശീലനത്തിന് കിലയിൽ തുടക്കം. കുടുംബശ്രീയുടെ CDSകൾക്ക് ISO അംഗീകാരം. ഡിജിറ്റൽ പ്രോസസ് റീ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ശുചിത്വ മിഷന്റെ ഹരിതമിത്രം ആപ്പിന് അംഗീകാരം. വാർത്തകൾ വിശദമായി. പുതിയതായി നിയമിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരുടെ ആദ്യ ബാച്ചിന്റെ പരിശീലനോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കില ആസ്ഥാനത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. നിലവിലുള്ള നിയമങ്ങളും സർവീസ് ചട്ടങ്ങളും ജനപക്ഷത്തു നിന്ന് നടപ്പിലാക്കാൻ ആവശ്യമായ അനുഭവജ്ഞാനം ആർജിക്കണമെന്ന് ഉദ്ഘാടന വേളയിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സംബന്ധിച്ച് ഒരു വഴിത്തിരിവിൻ്റെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തന സംസ്കാരത്തിലേക്കുള്ള ചുവടുമാറ്റത്തിൻ്റെ പതാകവാഹകരാകാൻ പുതിയതായി നിയമിക്കപ്പെടുന്നവർക്ക് സാധിക്കുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അതിനായി ഏറ്റവും നീതിയുക്തവും സുതാര്യവുമായ രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ടായ ഊർജ്ജസ്വലമായ മാറ്റത്തെ ത്വരിതപ്പെടുത്താനുള്ള സംഭാവനകൾ നൽകാനാവണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതാദ്യമായാണ് ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ സെക്രട്ടറി തലത്തിലേക്ക് PSC വഴി നേരിട്ട് നിയമനം നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേവലം സ്ഥാപനങ്ങളായല്ല, മറിച്ച് പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയിലാണ് വീക്ഷിക്കുന്നത്. ആ നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അധികാരവും ഫണ്ടും അനുവദിക്കുന്ന ഫെസിലിറ്റേറ്റർ എന്ന നിലയ്ക്കാണ് സർക്കാരിൻ്റെ പ്രവർത്തനം. ജനകീയ ആവശ്യങ്ങളുടെയും ജീവിതത്തിൻ്റെയും സുതാര്യവും സുഗമവുമായ നടത്തിപ്പിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. അത്തരത്തിൽ പ്രാധാന്യത്തിലെടുത്ത് വിജയകരമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. കൂടാതെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. ഭാവിയിലെ പ്രവർത്തനമെന്ന നിലയിൽ നോക്കിക്കാണുന്നത് പ്രാദേശിക സാമ്പത്തിക വികസനമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരായി മാറുകയും കൂടുതൽ തൊഴിലുകൾ സംരംഭങ്ങൾക്കൊക്കെയുള്ള ചുമതല ഏറ്റെടുക്കുകയും വേണം. ജനകീയ ആവശ്യങ്ങളുടെ സുഗമമായ നടത്തിപ്പ് ലക്ഷ്യമിട്ടാണ് ചട്ടങ്ങൾ ഉൾപ്പെടെ ഭേദഗതി വരുത്തിയുള്ള നീക്കങ്ങൾ നടത്തിയത്. അതിൻ്റെ ഫലമായി നടത്തിയ ലൈസൻസ് ചട്ട ഭേദഗതിക്ക് പുറമെ കെട്ടിട നിർമ്മാണ ചട്ട ഭേദഗതിയും അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലാദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കി മാറ്റിയ ഡിജിറ്റൽ സംവിധാനമായ K-സ്മാർട്ടിൻ്റെ തുടക്കവും കൂടുതൽ ജനകീയമായ ഇടപെടലുകൾ സാധ്യമാക്കി. ഏറ്റവും കൂടുതൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പായിട്ടും 80% ഫയലുകൾ തീർപ്പാക്കാൻ ഡിജിറ്റൽ ഗവേണൻസ് സംവിധാനം സഹായിച്ചതായും മന്ത്രി പറഞ്ഞു. 2 ബാച്ചുകളിലായി 114 സെക്രട്ടറിമാരാണ് പുതിയതായി പരിശീലനാർത്ഥികളാവുന്നത്. 3 മാസത്തെ പരിശീലനമാണ് സെക്രട്ടറിമാർക്കായി കിലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുക. ഇതിൻ്റെ ആദ്യഘട്ട പരിശീലനം ഒക്ടോബർ 11 വരെ നടത്തും. തദ്ദേശ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലായിരിക്കും പരിശീലനം. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ IAS സ്വാഗതം പറഞ്ഞു. സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS ആമുഖാവതരണം നടത്തി. പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് IAS, വകുപ്പ് റൂറൽ സെക്രട്ടറി അപൂർവ ത്രിപാഠി IAS, ചീഫ് എഞ്ചിനീയർ സന്ദീപ് KG, ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കില ഡയറക്ടർ ജനറൽ A നിസാമുദ്ദീൻ IAS നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള 617 CDSകൾക്ക് ISO അംഗീകാരം. ISO സർട്ടിഫിക്കേഷൻ പൂർത്തീകരണത്തിൻ്റെ സംസ്ഥാനതല പ്രഖ്യാപനവും പുരസ്കാര വിതരണവും കൊല്ലം C. കേശവൻ മെമ്മോറിയൽ ഹാളിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. M. നൌഷാദ് MLA അധ്യക്ഷനായി. കൊല്ലം ജില്ലയിൽ നടന്ന ISO സർട്ടിഫിക്കേഷൻ പൂർത്തീകരണത്തിൻ്റെ സംസ്ഥാനതല പ്രഖ്യാപനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളാണ് പങ്കെടുത്തത്. ജില്ലാ കളക്ടർ N. ദേവിദാസ് IAS, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS, കില ഡയറക്ടർ ജനറൽ A. നിസാമുദ്ദീൻ IAS, അസിസ്റ്റന്റ് ഡയറക്ടർ പരിശീലനം ഡോക്ടർ KPN അമൃത, ജില്ലാ പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി C. ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ജയദേവി മോഹൻ, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ S. ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ AK സവാദ്, തദ്ദേശ വകുപ്പ് കൊല്ലം ജോയിന്റ് ഡയറക്ടർ S. സുബോധ്, കൊല്ലം CDS ചെയർപേഴ്സൺ സുജാത രതികുമാർ, കൊല്ലം ഈസ്റ്റ് CDS ചെയർപേഴ്സൺ സിന്ധു വിജയൻ, കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർമാർ, പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആദില, കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷൻ കോർഡിനേറ്റർ R. വിമൽ ചന്ദ്രൻ
എന്നിവർ സംസാരിച്ചു. ഡിജിറ്റൽ പ്രോസസ് റീ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ശുചിത്വ മിഷന്റെ ഹരിതമിത്രം ആപ്പിന് കേരള സർക്കാരിൻ്റെ ഗവേണൻസ് അവാർഡ്. തിരുവനന്തപുരത്ത് IMGയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് അവാർഡ് ഏറ്റുവാങ്ങി. മാലിന്യ സംസ്കരണത്തിനായി ഡിജിറ്റൽ സംവിധാനങ്ങളിൽ നടപ്പാക്കിയ മുന്നേറ്റത്തിനും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കിയതിനുമുള്ള സുപ്രധാനമായ അംഗീകാരമാണ് ഇത്. സംസ്ഥാനത്താകെ 37,363 ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോൾ അജൈവ മാലിന്യ ശേഖരണം നടത്തുന്നത് ഹരിതമിത്രം ആപ്ലിക്കേഷൻ വഴിയാണ് മോണിറ്റർ ചെയ്യുന്നത്. മാലിന്യം ശേഖരിക്കുന്ന ഓരോ വീട്ടിലും സ്ഥാപനത്തിലും പതിച്ചിട്ടുള്ള QR കോഡ് വഴി ഹരിതമിത്രം ആപ്ലിക്കേഷനിലേക്ക് വിവരങ്ങൾ നൽകുന്നതിനാൽ സംസ്ഥാനത്താകെയുള്ള മാലിന്യ ശേഖരണം ഇതുവഴി വിലയിരുത്താൻ കഴിയുന്നു. ഹരിതമിത്രം ആപ്ലിക്കേഷൻ്റെ പുതിയ പതിപ്പ് ഹരിതമിത്രം 2 തദ്ദേശ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന K-സ്മാർട്ട് സോഫ്റ്റ്വെയറുമായി സംയോജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് കെട്ടിട നികുതി വിവരങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കെട്ടിട നികുതിയും ഉപയോക്തൃ ഫീസും ഒരുമിച്ചടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാക്കുന്നു. കൂടാതെ സേവനം നൽകിയ വീടുകൾ, ലഭിച്ച തുക, ഇനി സേവനം നൽകേണ്ട സ്ഥലങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ സംസ്ഥാന, ജില്ലാ, തദ്ദേശ സ്ഥാപനതല ഉദ്യോഗസ്ഥർക്ക് തത്സമയം നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിൻ്റെ ഭാഗമായി വികസിപ്പിച്ചിട്ടുണ്ട്. വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് ഇന്നവേഷൻ ക്ലസ്റ്റർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും TKM എഞ്ചിനീയറിംഗ് കോളേജും ഒപ്പുവെച്ചു. പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാസ്ത്രീയമായ പഠനങ്ങളുടെയും സാങ്കേതിക ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിൽ പരിഹരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയായി സെക്രട്ടറി റോസി സിയും TKM എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാദിഖ് എയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. പ്രസിഡന്റ് യശോദ B, വൈസ് പ്രസിഡന്റ് ഹുസൈൻ, കില ജില്ലാ ഒലോയ് പ്രോജക്ട് കോർഡിനേറ്റർ റജില PM എന്നിവർ പങ്കെടുത്തു. പാലക്കാട് വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിളയോളം എന്ന പേരിൽ ഗ്രാമോത്സവം നടത്തുന്നു. ഒരു മാസക്കാലത്തോളം നീളുന്ന സാംസ്കാരിക വികസന പരിപാടികളോടെ ഈ മാസം 15 വരെയാണ് ഗ്രാമോത്സവം നടത്തുന്നത്. പരിപാടിയുടെ ഭാഗമായി പൂർത്തീകരിച്ച വികസന പ്രോജക്റ്റുകളുടെ സമർപ്പണം, മെഗാ മെഡിക്കൽ ക്യാമ്പ്, വികസന സദസ്സ്, വനിതാ സർഗോത്സവം, ഗെയിംസ് വില്ലേജ് മത്സരങ്ങൾ, പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം, അതിദാരിദ്ര്യ വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം, ലൈഫ് പദ്ധതിയിൽ 569 വീടുകൾ പൂർത്തീകരിച്ചതിൻ്റെ താക്കോൽ കൈമാറൽ എന്നിവ നടത്തി. മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ആയുർവേദം, ഹോമിയോ, അലോപ്പതി എന്നീ വിഭാഗങ്ങളിൽ പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ജില്ലയിലെ ആദ്യ വികസന സദസ്സിനും വിളയൂർ വേദിയായി. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസീൻ അധ്യക്ഷനായി. LSGD ജോയിന്റ് ഡയറക്ടർ, ജില്ലാ പ്രോജക്ട് ഓഫീസർ, ലൈഫ് മിഷൻ കോർഡിനേറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക ഘോഷയാത്ര, പഞ്ചായത്ത് തല വനിതാ സർഗോത്സവം, പ്രാദേശിക കലോത്സവം, നാടകാവിഷ്കാരം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും സിനി ആർട്ടിസ്റ്റുകളെ അണിനിരത്തിയ മെഗാ ഷോയും നടന്നു. ഒക്ടോബർ 11 മെഗാ ജോബ് ഫെയറും നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരത്തെ മുട്ടത്തറയിൽ കക്കൂസ് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നൂതന പദ്ധതിക്ക് തുടക്കം. 36 കോടി രൂപ മുതൽ മുടക്കിൽ ഒരുക്കുന്ന പ്ലാന്റിൻ്റെ നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ഓംലി പ്രോസസർ സാങ്കേതിക വിദ്യയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ പ്രോസസർ കക്കൂസ് മാലിന്യത്തെ ആദ്യം ഖരമാലിന്യമാക്കി മാറ്റി ഖരമാലിന്യത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ശുചിത്വ മിഷന് സാങ്കേതിക സഹായം നൽകുന്ന ഏജൻസിയായ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിന്തുണയോടെയാണ് ഫൗണ്ടേഷൻ ഈ പദ്ധതിയുമായി കേരളത്തിലെത്തിയത്. പ്രതിദിനം 10.7 കോടി ലിറ്റർ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും പുതിയ പദ്ധതിയിലൂടെ ലഭിക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. അടുത്ത വർഷം മാർച്ചോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ RRF കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം, CCTV ക്യാമറ സ്ഥാപിക്കൽ, അതിദാരിദ്ര്യമുക്ത നഗരസഭ പ്രഖ്യാപനം എന്നിവ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനം വലിയ മുന്നേറ്റമാണ് സാധ്യമാക്കിയതെന്നും രാജ്യം അംഗീകരിച്ച മാതൃകയായി ഹരിതകർമ്മസേന മാറിയെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്ത് പ്രത്യേക ഇടപെടൽ നടത്തി സ്വച്ഛ് സർവേക്ഷണിൽ നേട്ടം കൈവരിച്ച നഗരസഭയെ മന്ത്രി അഭിനന്ദിച്ചു. പ്രത്യേക സർവേയിലൂടെ കണ്ടെത്തിയ 137 ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് അതിദാരിദ്ര്യമുക്ത നഗരസഭ എന്ന നേട്ടം കൈവരിച്ചത്. മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കാൻ നഗരസഭ ആധുനിക സൗകര്യങ്ങളോടെ 4836 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് RRF കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ചെർപ്പുളശ്ശേരിയിലെ മഞ്ചക്കൽ മുതൽ കാക്കാത്തോട്,
കച്ചേരിക്കുന്ന്, ഹൈസ്കൂൾ റോഡ്, ഒറ്റപ്പാലം റോഡ് എന്നിവ ഉൾപ്പെടെ 14 സ്ഥലങ്ങളിലായി 37 CCTV ക്യാമറകളും സ്ഥാപിച്ചു. ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും നഗരസഭ സ്വച്ഛ് അംബാസഡറുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സി കമലം തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി VT പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കിലയുടെ സഹായത്തോടെ തുമ്പമൺ പഞ്ചായത്തിലൊരുക്കിയ ലേണിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ലേണിംഗ് സെന്ററാണ് തുമ്പമണ്ണിലേത്. പഞ്ചായത്തിന്റെ പ്രവർത്തന മികവുകൾ കണ്ടുപഠിക്കാൻ അവസരമൊരുക്കുന്നതാണ് ലേണിംഗ് സെന്റർ പദ്ധതി. സംസ്ഥാനത്തെ മറ്റ് പഞ്ചായത്തുകൾക്കും കേരളത്തിന് പുറത്തുനിന്നുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഇവിടെയെത്തി പഠനം നടത്താവുന്ന രീതിയിലാണ് സെന്ററിന്റെ പ്രവർത്തനം. സാമ്പത്തിക വികസനം, സാമൂഹിക നീതി, സേവന വിതരണം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് പഠിച്ചറിയാനുള്ള അവസരമാണ് ലേണിംഗ് സെന്റർ ഒരുക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് റോണി സക്കറിയ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് തോമസ് ടി വർഗീസ്, ഡെപ്യൂട്ടി ഡയറക്ടർ പി രാജേഷ് കുമാർ, കില റിസർച്ച് അസോസിയേറ്റ് സുകന്യ KU തുടങ്ങിയവർ സംസാരിച്ചു. ഏലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വികസന സദസ്സ് ജില്ലാതല ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽമേളയും വികസന സദസ്സിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. 200-ലധികം തൊഴിലവസരങ്ങളിലേക്കുള്ള മേളയാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ AD സുജിൽ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ G പ്രിയങ്ക, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ വിധു M മേനോൻ, വൈസ് ചെയർപേഴ്സൺ ജയശ്രീ സതീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഏലൂർ നഗരസഭാ സെക്രട്ടറി സുജിത് കരുൺ, കൗൺസിലർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നുകര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയസ്പർശം വയോജന സംഗമം സംഘടിപ്പിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. മംഗലശ്ശേരി പവലിയനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷയായി. 1000-ഓളം വയോജനങ്ങൾ പങ്കെടുത്തു. സംഗമത്തിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, വയോജനങ്ങളുടെ കലാപരിപാടികൾ, സമ്മാന വിതരണം എന്നിവയും നടത്തി. വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ജബ്ബാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കാസിം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിജി വർഗീസ്, കവിത ബാബു, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. എടത്തല ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി KSRTCയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഗ്രാമവണ്ടി ഓടിത്തുടങ്ങി. ഗ്രാമവണ്ടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ലിജി നിർവഹിച്ചു. പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഗ്രാമവണ്ടി എന്ന ആശയവുമായി മുന്നിട്ട് വന്നിരിക്കുന്നത്. വിവിധ റൂട്ടുകളെ ബന്ധിപ്പിച്ച് എറണാകുളം മെഡിക്കൽ കോളേജിലേക്കും കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്കും എത്താൻ കഴിയുന്ന വിധത്തിലാണ് ഗ്രാമവണ്ടിയുടെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് ഗ്രാമവണ്ടി നിരത്തിലിറക്കുന്നത്. വാഹനത്തിൻ്റെ മാസം തോറുമുള്ള ഇന്ധന ചെലവും പഞ്ചായത്ത് തന്നെ വഹിക്കും. എടത്തല ഗ്രാമപഞ്ചായത്തിലെ മിക്ക വാർഡുകളിലൂടെയും കടന്നുപോകുന്നുണ്ട് ഗ്രാമവണ്ടി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ഖാദർ പരിപാടിയിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റൈജ അമീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ സെക്രട്ടറി VS പ്രദീപ് കുമാർ, CDS ചെയർപേഴ്സൺ സീന മാർട്ടിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ലഭിച്ച ഭൂമിയുടെ രേഖകൾ 17 ഭൂരഹിത കുടുംബങ്ങൾക്ക് നൽകി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. 2020-25 കാലയളവിൽ പൂർത്തീകരിച്ച 177 ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റവും മന്ത്രി നിർവഹിച്ചു. വെള്ളൂർ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN സോണിക, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സന്ധ്യ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാമണി മോഹൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. CK ആശ MLA മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കുട്ടികാപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ NB സ്മിത, ശ്രീകല ദിലീപ്, TK വാസുദേവൻ നായർ, ഷിജി വിൻസെന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 103 വീടുകളുടെ താക്കോലുകൾ കൈമാറി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ് താക്കോലുകൾ കൈമാറിയത്. 13 വാർഡുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾക്കാണ് മന്ത്രി താക്കോൽ കൈമാറിയത്.
ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഹൈമി ബോബി, ജനപ്രതിനിധികൾ, CDS ചെയർപേഴ്സൺ നിഷ ദിലീപ് എന്നിവർ പങ്കെടുത്തു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പകൽ വീട് പദ്ധതി ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് 35 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ടു പോകുന്നതിൻ്റെ തെളിവാണ്. താഴെത്തട്ടിലുള്ള സാധാരണക്കാർക്ക് സംസ്ഥാനത്തിൻ്റെ വികസനം നേരിട്ട് കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ മുഹമ്മദ് മുഹസീൻ MLA അധ്യക്ഷനായി. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. രമണി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.66 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM മനോമോഹൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ രാധിക രതീഷ്, ഷെറീന ടീച്ചർ, PS സുരേഷ് ബാബു, VR രേഷ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. ശ്രീലത, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി CP സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടേക്ക് എ ബ്രേക്കിന് നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കൂറ്റനാട് എത്തുന്ന യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനും ശുചിമുറികൾ ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കൂറ്റനാട് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത്. പൊന്നാനി പാലക്കാട് പാതയോട് ചേർന്ന് ആലിപ്പറമ്പിലാണ് പുതിയ കെട്ടിടം ഉയരുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2024-25, 25-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വിനിയോഗിക്കുന്നത്. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് BP റജീന അധ്യക്ഷയായി. കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ജനറൽ വിഭാഗത്തിലുള്ള വയോജനങ്ങൾക്കുള്ള കട്ടിലുകളുടെ വിതരണോദ്ഘാടനവും അംഗനവാടികൾക്കുള്ള വാട്ടർ പ്യൂരിഫയറുകളും മിക്സികളുടെയും വിതരണോദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. സതീഷ് നിർവഹിച്ചു. 13,05,000 രൂപ വകയിലെത്തി 84 പേർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് M. നിലാവർനീസ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫാറൂഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ കണ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽദോ പ്രഭു, വാർഡ് മെമ്പർമാരായ പ്രജീഷ ചന്ദ്രൻ, ICDS സൂപ്പർവൈസർ T. ലിമിലാൽ എന്നിവർ പങ്കെടുത്തു. അങ്കണവാടികൾക്കുള്ള വാട്ടർ പ്യൂരിഫയറുകളുടെയും മിക്സികളുടെയും വിതരണത്തിനായി 86,100 രൂപയാണ് വകയിരുത്തിയത്. 6 അങ്കണവാടികളിലേക്കാണ് ഇവ വിതരണം ചെയ്തത്. 2025-26 വാർഷിക പദ്ധതി പ്രകാരം 1,12,000 രൂപ ചെലവഴിച്ചാണ് മിക്സികൾ വിതരണം ചെയ്തത്. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് M. നിലാവർനീസ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫാറൂഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ കണ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽദോ പ്രഭു, വാർഡ് മെമ്പർമാരായ പ്രജീഷ ചന്ദ്രൻ, ICDS സൂപ്പർവൈസർ T. ലിമിലാൽ എന്നിവർ പങ്കെടുത്തു. കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് കായിക ക്ലബ്ബുകൾക്ക് കായിക കിറ്റുകളും നീന്തൽ താരങ്ങൾക്ക് നീന്തൽ കിറ്റുകളും വിതരണം ചെയ്തു. K. ബാബു MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ നീന്തൽ പരിശീലകൻ സുരേഷിനെയും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നേട്ടം കൈവരിച്ച നീന്തൽ താരങ്ങളെയും ആദരിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60,000 രൂപ അടങ്കൽ തുകയിൽ 13 സ്പോർട്സ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകളും 50,000 രൂപ അടങ്കൽ തുകയിൽ 200ഓളം നീന്തൽ താരങ്ങൾക്ക് നീന്തൽ കിറ്റുകളുമാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രേമ സുകുമാരൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ആറുമുഖൻ, ജനപ്രതിനിധികൾ, അസിസ്റ്റന്റ് സെക്രട്ടറി V. ശ്രീലേഖ എന്നിവർ പങ്കെടുത്തു. വടക്കഞ്ചേരിയിൽ സ്ഥാപിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വഴിയോര വിശ്രമ കേന്ദ്രം ടേസ്റ്റ് ഓഫ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.20 കോടി രൂപ ചെലവഴിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ റെസ്റ്റോറൻറ്റ്, ശുചിമുറികൾ, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഭക്ഷണം, വിശ്രമം, വിനോദം എന്നിവയെ കോർത്തിണക്കി വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ടേസ്റ്റ് ഓഫ് പാലക്കാട് എന്ന ജില്ലാ പഞ്ചായത്ത് ബ്രാൻഡിൽ സ്ഥാപിക്കപ്പെടുന്ന ജനോപകാരപ്രദമായ ബൃഹത് പദ്ധതിയാണ് ഇത്. ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് കൃഷ്ണ റിപ്പോർട്ട് അവതരണം നടത്തി. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുള്ളി
മുഖ്യാതിഥിയായി. കണ്ടൽ ചെടികൾ നടൽ പദ്ധതിയുമായി ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത്. ചിറ്റുമല ബ്ലോക്കിൽ കായൽ തീരങ്ങളിൽ കണ്ടൽ തൈ നടുന്ന പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം പെരിനാട് പഞ്ചായത്തിലെ പുലിക്കുഴി കായൽ തീരത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബി ദിനേശ് അധ്യക്ഷനായി. പെരിനാട് കിഴക്കേക്കല്ലട, പേരയം, പനയം, മൺട്രോത്തുരുത്ത്, തൃക്കരുവ പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, 2025-26 പ്ലാൻ പദ്ധതി എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം അതത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KG ലാലി, മിനി തോമസ്, അനീഷ് പടപ്പക്കര, മിനി സൂര്യകുമാർ, ഡോക്ടർ രാജശേഖരൻ, സരസ്വതി രാമചന്ദ്രൻ തുടങ്ങിയവർ നിർവഹിച്ചു. കണ്ടൽ ചെടികൾ നട്ട് ജൈവ വൈവിധ്യത്തിൻ്റെ പുനഃസ്ഥാപനത്തോടൊപ്പം മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്നതിനും അതുവഴി കായൽ തീര സംരക്ഷണവും വായുമലിനീകരണവും കുറയ്ക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. വയോജന ദിനാഘോഷം 2025 മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ്, ICS സൂപ്പർവൈസർ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. വയോജന ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറി. അരിമ്പൂർ അൽഫോൻസ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കായികമേളയുടെ ഉദ്ഘാടനം സന്തോഷ് ട്രോഫി കേരള ടീം മുൻ ക്യാപ്റ്റൻ VV സുർജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. 34 വയോജന ക്ലബ്ബുകൾ സംയുക്തമായാണ് പരിപാടിയുടെ സംഘാടനം നിർവഹിച്ചത്. വൈസ് പ്രസിഡന്റ് സിജി സജീഷ്, വാർഡംഗം PA ജോസ്, സ്ഥിരസമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫിസിയോതെറാപ്പി ദിനത്തിൻ്റെ ഭാഗമായി വേങ്ങര ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സായം പ്രഭ ഹോമും വേങ്ങര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും സംയുക്തമായി ബോധവൽക്കരണ പരിപാടിയും ഫിസിയോതെറാപ്പി പരിശീലന ശിബിരവും സംഘടിപ്പിച്ചു. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻസുര ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ KP, ഹെൽത്ത് സൂപ്രണ്ട് രാജൻ C, സായം പ്രഭ ഫെസിലിറ്റേറ്റർ ഇബ്രാഹിം AK, ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവദാസൻ V, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷീല NC തുടങ്ങിയവർ സംസാരിച്ചു. PRO നിയാസ് P, ഫിസിയോതെറാപ്പിസ്റ്റ് ഷമീം യൂസഫ് T, റിൽഷ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകളും പരിശീലനങ്ങളും നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരണാധികാരികൾക്കും ഉപവരണാധികാരികൾക്കും വിവിധ വിഷയങ്ങളിലുള്ള പരിശീലനത്തിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത്, ആലപ്പുഴ നഗരസഭാ വരണാധികാരികൾ, ഉപവരണാധികാരികൾ, തൈക്കാട്ടുശ്ശേരി, പട്ടണക്കാട്, കഞ്ഞിക്കുഴി എന്നീ ബ്ലോക്കുകളിലെയും അവയ്ക്ക് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലെയും വരണാധികാരികൾ, ഉപവരണാധികാരികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ പരിശീലനത്തിൽ പങ്കെടുത്തു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ MCF കെട്ടിടങ്ങളിലേക്കുള്ള വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു നിർവഹിച്ചു. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ഗ്രാമപഞ്ചായത്തുകളിലെ MCFകളിലേക്കുള്ള വാട്ടർ പ്യൂരിഫയറാണ് നൽകിയത്. പരിപാടിയിൽ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബിനു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ഭരണസമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, VEOമാർ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാഫുകൾ, സെക്രട്ടറി EV ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. നേർക്കാഴ്ച. ഇടുക്കി ജില്ലയിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ സാമൂഹിക സുരക്ഷിത ഗ്രാമം പ്രവർത്തനങ്ങൾ കാണാം. സൗഹൃദ ഗ്രാമം. സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ 3ാം ഘട്ടത്തിൽ ഭൂരഹിത ഭവനരഹിതർക്ക് നൽകുന്നതിനായി 217 ഫ്ളാറ്റുകൾ ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം 25/2/2019 ദേവികുളം MLA ശ്രീ S രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ FC മൊയ്തീൻ നിർവഹിച്ചു. ഫ്ളാറ്റുകളുടെ താക്കോൽ ദാനം തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ TP രാമകൃഷ്ണൻ നിർവഹിച്ചു. ഇടുക്കി MP ശ്രീ ജോയ്സ് ജോർജ്, നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ ചെറിയാൻ ഫിലിപ്പ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ജോർജ്,
ലൈഫ് മിഷൻ CEO ശ്രീ UV ജോസ് IAS എന്നിവർ പങ്കെടുത്തു. മച്ചിപ്ലാവിൽ 1.29 ഏക്കർ സ്ഥലത്ത് ഭവന ഫൗണ്ടേഷൻ കേരള ജനനി സുരക്ഷാ പദ്ധതി പ്രകാരം നിർമ്മിച്ച 217 അപ്പാർട്ട്മെന്റുകളോട് കൂടിയ കെട്ടിട സമുച്ചയവും സ്ഥലവും സർക്കാർ ഉത്തരവ് പ്രകാരം അടിമാലി ഗ്രാമപഞ്ചായത്തിന് കൈമാറി തന്നിട്ടുള്ളതും ഗ്രാമപഞ്ചായത്ത് 13/2/2019 9/1 നമ്പർ തീരുമാനപ്രകാരം ഏറ്റെടുത്ത് പരിപാലിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുള്ളതുമാണ്. ഭവന സമുച്ചയത്തിൽ ഉണ്ടാകുന്ന ജൈവ ഹര മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് 2 ബിന്നുകളുള്ള തുമ്പൂർ മൊഴി എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ സെപ്റ്റിക് മാലിന്യ സംസ്കരണത്തിനും മലിനജല സംസ്കരണത്തിനും വേണ്ടി 120 KLD കപ്പാസിറ്റിയുള്ള സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഭവന സമുച്ചയത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഉപയോഗിച്ച് ലൈഫ് ഭവന സമുച്ചയം മാലിന്യ വിമുക്തവും ശുചിത്വ പൂർണ്ണമാക്കുന്നതിനുമായി ശുചിത്വ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഫ്ളാറ്റിലേക്കായി 82.5 kV ജനറേറ്റർ, ട്രാൻസ്ഫോമർ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ 200ഓളം കുടുംബങ്ങൾ ഈ ഭവന സമുച്ചയത്തിൽ താമസിക്കുന്നുണ്ട്. സമുച്ചയത്തിനുള്ളിലെ സഞ്ചാരം സുഗമമാക്കുന്നതിന് ഈ ഭവന സമുച്ചയത്തിൽ 4 ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിന് ഈ സമുച്ചയത്തിൽ പ്രത്യേക കളിസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. സമൂഹത്തിലെ തീർത്തും നിരാലംബരും സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ കയറിക്കിടക്കുവാൻ സ്വന്തമായി ഒരു വീടോ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് കേരള സർക്കാരിന്റെയും ലൈഫ് മിഷന്റെയും ആഭിമുഖ്യത്തിൽ ഏറ്റെടുത്ത് കൈമാറി ഇപ്പോൾ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പരിപാലിച്ചു വരുന്ന ഈ പാർപ്പിട സമുച്ചയം ആശ്വാസവും താങ്ങും തണലുമാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈദ്യനോത്സവവും കായികമേളയും കാണാം. ജൂനിയർ പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടമാണ് നടത്തമാണ് അടുത്തത്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. കണ്ണൂർ ജില്ലയിലെ മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമവതിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയോട് ഒപ്പമുള്ളത്. കണ്ണൂർ ജില്ലയിലെ മാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതിയാണ് ഞാൻ. നമ്മുടെ പഞ്ചായത്ത് അതിദരിദ്ര 'മുക്ത' പഞ്ചായത്തായി കഴിഞ്ഞ മാസം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2019 ജനുവരി 1 മുതൽ 2020 ജനുവരി 31 വരെ 5 വർഷക്കാലം 5 ഘട്ടങ്ങളായി 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 5 ഘട്ടങ്ങളാ
സർവേ പ്രകാരം 52 പേരെയാണ് നമ്മൾ അതിദരിദ്രരായി നമ്മുടെ പഞ്ചായത്തിനകത്ത് കണ്ടെത്തിയിരുന്നത്. ആധാർ കാർഡില്ലാത്തവർ, റേഷൻ കാർഡില്ലാത്തവർ, മാരക രോഗം പിടിപെട്ട് ദുരിതം അനുഭവിക്കുന്നവർ, മരുന്ന് ആവശ്യമുള്ളവർ, വീടില്ലാത്തവർ, വരുമാനം വേണ്ടവർ, ഇങ്ങനെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഇവരെയെല്ലാം അതിൽ നിന്ന് മുക്തരാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. കുടുംബശ്രീ മുഖാന്തരം 3 പേർക്ക് ലോട്ടറി സ്റ്റാള് വരുമാനദായക സംരംഭം എന്നുള്ള നിലക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞു. ഒരാൾക്ക് തയ്യൽ മെഷീൻ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഒരാൾക്ക് സ്പോൺസർഷിപ്പിലൂടെ തയ്യൽ മെഷീൻ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. വരുമാനദായക സംരംഭം എന്നുള്ള നിലക്ക് 2 പേർക്ക് ചായക്കട തുടങ്ങാനുള്ള സംവിധാനം കൂടി ഒരുക്കി കൊടുത്തു. 14 പേർക്ക് വീടില്ലാത്തവർക്ക് വീട് നൽകാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി വിഹിതം മൈക്രോ പ്ലാൻ തയ്യാറാക്കി വകയിരുത്തിക്കൊണ്ട് അവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നൽകി കൊടുത്തു. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ജനകീയ ഹോട്ടലിലൂടെ കണ്ടെത്തിക്കൊണ്ട് അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി അതിദരിദ്രരില്ലാത്ത മാലൂർ പഞ്ചായത്ത് എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. കാർഷിക മേഖലയിൽ പേരാവൂർ ബ്ലോക്കിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ മാലൂർ ഗ്രാമപഞ്ചായത്ത്. നെൽകൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും ഒട്ടേറെ കർഷകർ ഉപജീവന മാർഗം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറി തൈ കൃഷി വിതരണം, കശുമാവ് തൈ കൃഷി വിതരണം, അതുപോലെ മുട്ടക്കോഴി വിതരണം, കറവ യന്ത്രം വിതരണം, അതുപോലെ ക്ഷീരഗ്രാമം പദ്ധതി, പശു വിതരണം തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനകത്ത് ഇതിനോടകം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. തേനീച്ച കൃഷി പ്രോത്സാഹനം വർഷങ്ങളായി നമ്മുടെ പഞ്ചായത്തിനകത്ത് കർഷകർക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. വന്യമൃഗ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി സൗരവേലി എന്നുള്ള പ്രൊജക്റ്റ് ഏതാനും കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് കൂടി ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ PHC FHC ആക്കി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ഈ കാലയളവിൽ കഴിഞ്ഞു. PHC വളരെ മാതൃകാപരമായിട്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ തലത്തിൽ NABH പുരസ്കാരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ദേശീയ ആയുഷ്മാൻ്റെ ഭാഗമായി നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചത്. സ്നേഹധാര പദ്ധതി കണ്ണൂർ ജില്ലയിലുള്ള ആകെയുള്ള 2 പഞ്ചായത്തുകളാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടപ്പിലാക്കുന്നത്. അതിലൊന്ന് മാലൂർ പഞ്ചായത്താണ്. കിടപ്പിലായിട്ടുള്ള രോഗികളെ ഡോക്ടർ ഉൾപ്പെടെ പോയി വീടുകളിൽ പോയി പരിശോധിക്കുകയും അവർക്കാവശ്യമായിട്ടുള്ള മരുന്നുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മുടെ പഞ്ചായത്ത് വലിയ തോതിലുള്ള മാറ്റം ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. മാലിന്യമുക്ത മാലൂർ എന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ വാർഡുകളിലും 2 വീതം മിനി MCFകൾ, ബോട്ടിൽ ബൂത്തുകൾ, അതുപോലെ ഒരു MCF കെട്ടിടം എന്നിവ നമുക്കിപ്പോൾ നിലവിലുണ്ട്. ആക്റ്റീവായി പ്രവർത്തിക്കുന്ന 30 ഹരിതകർമ്മസേന അംഗങ്ങൾ നമുക്ക് നിലവിലുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ യൂണിഫോം തുടങ്ങിയ കാര്യങ്ങളും അവർക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. MCFൽ ഇപ്പോൾ ഒരു ബെയിലിംഗ് മെഷീൻ നിലവിലുണ്ട്. അതോടൊപ്പം ഹരിതകർമ്മസേനയ്ക്ക് വാഹനം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇതിനുശേഷം എല്ലാ വീടുകളിലും ജൈവമാലിന്യ സംസ്കരണ സംവിധാനം എന്നുള്ള നിലക്ക് റിംഗ് കോമ്പോസ്റ്റ്, ബയോബിൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്പോസ്റ്റ് വിറ്റ് തുടങ്ങിയവ നിർമ്മിച്ച് ഏതാണ്ട് 90% പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതോടൊപ്പം പൊതു ഇടങ്ങളിൽ തുമ്പൂർ മൊഴി എന്നുള്ള നിലയിൽ ബസ് സ്റ്റാൻഡിനകത്തൊരു തുമ്പൂർ മൊഴി
ഇപ്പോൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹരിതകർമ്മ സേനയ്ക്ക് സംരംഭം എന്നുള്ള നിലക്ക് പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി കൂടി അവർക്ക് പ്ലേറ്റുകളും ഗ്ലാസുകളും വീടുകളിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. അങ്കണവാടികൾ ഹരിത അങ്കണവാടികളായി പ്രഖ്യാപിക്കപ്പെട്ടു. 4 ടൗണുകൾ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചു. എല്ലാ ടൗണുകളിലും ചെടിച്ചട്ടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വേസ്റ്റ് ബോക്സും എല്ലാം സംവിധാനം പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഒരുക്കി കൊടുത്ത് കൊണ്ടാണ് ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയത്. ഇതോടൊപ്പം ജനകീയമായിട്ടുള്ള നല്ല കൂട്ടായ്മയോടുകൂടി നല്ല സഹകരണം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനകത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗമായി ഒരു വനിതാ ഫിറ്റ്നസ് സെൻറ്റർ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ടുള്ള ഫിറ്റ്നസ് സെൻറ്റർ ഇപ്പോൾ നിലവിലുണ്ട്. അതോടൊപ്പം വനിതകൾക്കും ഈ ഒരു സംരംഭം വളരെ മാതൃകാപരമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ജെൻഡർ റിസോഴ്സ് സെൻറ്റർ എന്നുള്ള പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ ഒരു ഭരണസമിതി വന്നതിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്ററെ നിയമിച്ചുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്കാവശ്യമായിട്ടുള്ള സഹായം കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കേസുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എല്ലാ വാർഡുകളിലും ജാഗ്രതാ കമ്മിറ്റി സജീവമാണ്. ജാഗ്രതാ കമ്മിറ്റിയുടെ ഭാഗമായി ഈ കഴിഞ്ഞ വർഷം എല്ലാ വാർഡുകളിലും ഓരോ ബോധവൽക്കരണ ക്ലാസ് എന്നുള്ള നിലയിൽ വക്കീലുമാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം എല്ലാ വാർഡിനകത്തും ഓരോ പരാതിപ്പെട്ടി ജാഗ്രതാ കമ്മിറ്റിയുടെ ഭാഗമായി വെക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തി ചെയ്ത് പൂർത്തിയാക്കിയിട്ടുമുണ്ട്. കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇതിനോടൊപ്പം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം, വോളിബോൾ പരിശീലനം, നീന്തൽ പരിശീലനം, കളരി പരിശീലനം തുടങ്ങിയവ നടപ്പിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തവണ നാടക പരിശീലനം എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൂടി വേറിട്ട ഒരു പദ്ധതിയായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാലസഭാ കുട്ടികൾക്കായി പഠനയാത്ര എല്ലാ വർഷവും സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാലസഭാ കുട്ടികൾക്ക് വേറെ തന്നെ എന്നുള്ള നിലയിൽ വോളിബോൾ പരിശീലനം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബാലസൗഹൃദ പഞ്ചായത്ത് എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലക്ക് ചെറുതായി നമുക്കൊരു കുട്ടികളുടെ ഒരു പാർക്ക് എന്നുള്ള നിലയിൽ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ ഹരിതസഭ നടത്തുകയും കുട്ടികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് അവ പരിഹരിക്കുന്ന നിലയിലേക്ക് പോകാനും കൂടി കഴിഞ്ഞിട്ടുണ്ട്. SPC കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി വീട്ടിലുള്ളവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്ന നിലയിലേക്കും അതുപോലെ വാർഡിലുള്ള തോടുകൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കും എല്ലാം തന്നെ കുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് കാണുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിച്ചിട്ടുള്ള വളരെ പ്രയാസകരമേറിയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കുണ്ടേരിപ്പൊയിൽ തുടങ്ങിയ വാർഡുകൾക്ക് സമീപമുള്ള പുഴയിലുള്ള വെള്ളം കയറുകയും മിക്ക വീടുകളിലും വെള്ളം കയറി ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോവുകയും 4 വീടുകൾ പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്ത ഒരനുഭവം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം പഞ്ചായത്ത് എന്നുള്ള നിലയിലും ജനകീയ കൂട്ടായ്മയിലൂടെയും അതുപോലെ MLA സന്നദ്ധ സംഘടനകൾ എന്നുള്ള നിലയിലും എല്ലാം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചു. ഇത് പറയുമ്പോൾ മുഴുവൻ വീടുകളിലേക്കും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മഹിളാ സംഘടന എന്നുള്ള നിലയിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. MLA ഇടപെട്ടുകൊണ്ട് വീടുകളിലേക്ക് കിടക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
പഞ്ചായത്ത് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ കിറ്റ് നൽകിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തും വസ്ത്രങ്ങളും ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ജനകീയമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ 4 വീടുകൾ പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 വീടുകൾ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ കൂടി നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നൽകാനാവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടി നടത്തിയിട്ടുണ്ട് എന്നതാണ്. മലയോര മേഖലയാണ് നമ്മുടെ മാലൂർ ഗ്രാമപഞ്ചായത്ത്. മനോഹരമായിട്ടുള്ള പാടങ്ങളും അതുപോലെ മലനിരകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം. പുരളിമലയുടെ താഴ്വാരം, അതാണ് നമ്മുടെ മാലൂർ ഗ്രാമപഞ്ചായത്ത്. ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. പഞ്ചായത്തിന് സ്വന്തമായിട്ടുള്ള സ്ഥലം ഇല്ല എന്നുള്ളൊരു പ്രയാസത്താൽ നമുക്കവിടെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ ആലോചിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്നാൽ ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പഞ്ചായത്ത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള തുടക്കങ്ങളെല്ലാം തന്നെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാലുകാച്ചി പാറ ഏറെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലുള്ള ആ പാറയിൽ കയറി അവിടെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദിവസേന 100-ലധികം പേർ ആ പാലുകാച്ചി പാറയിൽ സന്ദർശിക്കുന്നുണ്ട്, മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്നും എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം പുരളിമല അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെയും ടൂറിസത്തിന് വളരെയധികം സാധ്യതയുണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കണം എന്നുള്ളത് കൂടി വിചാരിക്കുകയാണ്. ഈ ഒരു കാലയളവിൽ ഒട്ടേറെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കരേറ്റ കാഞ്ഞിലേരി കുണ്ടേരിപ്പൊയിൽ റോഡ് 26 കോടിയുടെ പദ്ധതി കിഫ്ബിയിൽ നിന്നും ഫണ്ട് വകയിരുത്തിക്കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ മാലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലേക്കുള്ള റോഡ് വികസനം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. കുണ്ടേരിപ്പൊയിൽ കോട്ടയിൽ പാലം, 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം ഏതാണ്ട് 4 കോടിയോളം ചെലവഴിച്ചുകൊണ്ട് ആ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് ഇതുവരെ സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടായിരുന്നില്ല. MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1,10,00,000 രൂപ വകയിരുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം 1ാം ഘട്ടം എന്നുള്ള നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും അതോടൊപ്പം 1ാം നിലയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഫീസ് സംവിധാനം അവിടേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള കെട്ടിടം നിർമ്മിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. മാലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. താറ്റിയാട് ഗവൺമെൻറ് LPU സ്കൂളിന് 3 നിലയിലുള്ള സ്കൂൾ കെട്ടിടം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ശിവൂരൻ GLPU സ്കൂളിനും 3 നിലയിലുള്ള സ്കൂൾ കെട്ടിടം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ശിവൂരൻ GLPU സ്കൂളിനും കാഞ്ഞിലേരി GLPU സ്കൂളിനും മുതുകുറ്റിപ്പൊയിൽ GLPU സ്കൂളിനും കളിയുടെ നിർമ്മാണം 10 ലക്ഷം രൂപ വീതം ചെലവഴിച്ചുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള പാർക്ക് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ സ്കൂളുകളിലും മെച്ചപ്പെട്ട രീതിയിലുള്ള വൃത്തിയുള്ള അടുക്കള എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം, കിച്ചൺ കം സ്റ്റോർ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായിട്ടുള്ളൊരു ശ്മശാനം ഇപ്പോൾ നിലവിലില്ല. അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ശ്മശാനം എന്നുള്ള നിലയിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുണ്ട്. മറ്റൊന്ന് ടൂറിസം മേഖലയാണ്. 2 ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലുകാച്ചിപ്പാറയിലും പുരളിമലയിലും അനന്തമായിട്ടുള്ള ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഉണ്ട്. അവിടെ ടൂറിസം എന്നുള്ള നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുകൂടി ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നുള്ളത് കൂടിയുണ്ട്. പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു ഓഡിറ്റോറിയം ഇപ്പോൾ നിലവിലുണ്ട്. കുറച്ചുകൂടി വൃത്തിയാക്കി നല്ല നിലയിലുള്ള ഒരു ഓഡിറ്റോറിയമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി നടപ്പിലാക്കണമെന്ന് വിചാരിക്കുകയാണ്. അതോടൊപ്പം കാർഷിക മേഖലയിൽ കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ
സാധിക്കണം എന്നുള്ളത് കൂടിയുണ്ട്. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.